ഫസ്റ്റ് ഓഫ് ഓൾ, സമയം 10 മണി കഴിഞ്ഞിട്ടും ബെൽ ഹൂക്സിനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി നമ്മൾ ഒത്തുകൂടിയത് തന്നെ ബെൽ ഹൂക്സിന്റെ ഒരു ദ കൈൻഡ് ഓഫ് ലവിങ് പ്രസൻസ് ദാറ്റ് ഷീ ഹാഡ് വളരെ ഇറ്റ് റിവീൽസ് ദാറ്റ്. And let me thank the organizers of Samatha, and also MB Manoj, Dr. MB Manoj, who എന്നെ ഈ ഒരു ബെൽ ഹുക്സ് അനുസ്മരണത്തിന് ക്ഷണിച്ചതിന്. First of all, let me respond to that critique by KK Baburaj. I think it's a very interesting critique. ഒന്ന്, അപ്പോൾ തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഫെമിനിസ്റ്റുകൾ ബെൽ ഹുക്സിനെ വായിക്കുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു വാദം. ഹു ഡു യു കോൾ എസ് എ ഫെമിനിസ്റ്റ്? ആരെയാണ് നിങ്ങൾ ഫെമിനിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്? ബെൽ ഹുക്സ് തന്നെയും ഏഞ്ചല ഡേവിസും, ഐ എം സോറി, എന്റെ അമ്മന്റെ പുറകിലുണ്ട്. ബെൽ ഹുക്സ് has said, talked about her mother and her grandmother and the need of the personal being political constantly. പക്ഷെ ഇതേ ആശയങ്ങൾ പറയുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകളെ കേരളത്തിലും ഇന്ത്യയിലും സൗത്ത് ഏഷ്യയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന വൺ നെയിം ദാറ്റ് കംസ് ടു മൈ മൈൻഡ് ഇസ് ദിസ് വണ്ടർഫുൾ യങ് ഫെമിനിസ്റ്റ് കോൾഡ് സൗജന്യ തമാല പക്കുല, ടിസിൽ വർക്ക് ചെയ്യുന്ന. അദ്ദേഹം ബെൽ ഹുക്സിനെ കുറിച്ച് കോൺസ്റ്റന്റ് ആയിട്ട് വാദിക്കുന്ന ആളാണ്. ജയദേവിക്കയുടെ റൈറ്റിംഗ്സിൽ, മീന പിള്ളയുടെ റൈറ്റിംഗ്സിലെല്ലാം ബെൽ ഹുക്സിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വായിച്ചിട്ടുണ്ട്. മീന കന്ദസ്വാമിയുടെ റൈറ്റിംഗ്സിൽ an entire generation of women, Dalit women like me, Bahujan women have grown up reading bell hooks. And അതുപോലെ ഒരു undeniable presence ബെൽ ഹുക്സ് അതിപ്പോ യൂണിവേഴ്സിറ്റി കരിക്കുലകളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പല പല കാര്യങ്ങൾ, നമ്മുടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്സിനെ കുറിച്ച്, പാരന്റിങ്ങിനെ കുറിച്ച്, ഫെമിനിറ്റിയെ കുറിച്ച്, മാസ്കുലിനിറ്റിയെ കുറിച്ച്, എഡ്യൂക്കേഷനെ കുറിച്ച്, പെഡഗോജിയെ കുറിച്ച്, എന്താണ് മാർജിൻസ് എന്നതിനെ കുറിച്ച്, എന്താണ് സിറ്റിംഗ് ഓൺ ദ ഫെൻസ് എന്നതിനെ കുറിച്ച്, എന്താണ് സെക്ഷുവാലിറ്റി എന്നതിനെ കുറിച്ച് എല്ലാം സംസാരിച്ച ഒരു വ്യക്തിത്വമായിരുന്ന ബെൽ ഹുക്സിനെ അവോയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിഗ്ലക്ട് ചെയ്തിട്ട് ഫെമിനിസം പറയാൻ ഇറ്റ് വുഡ് ബി വെരി വെരി ഡിഫിക്കൾട്ട് ടുഡേ. അഡീഷിയൊക്കെ പറയുന്നതിന് ഫെമിനിസം ഈസ് ഫോർ എവരിബഡി എന്ന് പറയുന്നതിന് ഒരുപാട്, അല്ലെങ്കിൽ അവരുടെ ആ യൂട്യൂബ് വീഡിയോ വൈറൽ ആകുന്നതിന് മുമ്പ്, വർഷങ്ങൾ മുമ്പ് ബെൽ ഹുക്സ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എവരിവൺ നീഡ്സ് ഫെമിനിസം എന്ന്. അതുപോലെ തന്നെയാണ് ഫെമിനിസത്തിനെ കുറിച്ച് ബെൽ ഹുക്സ് പറയുമ്പം ഇന്റഗ്രൽ ആയിട്ട് സംസാരിക്കുന്നതാണ് ഹൗ മെയിൽ അലൈഷിപ്പ് എന്താണെന്ന്. ഫെമിനിസം എന്നുള്ളത് ഫീമെയിൽ സെൻട്രിസത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എക്സ്ക്ലൂസിവിറ്റിയുടെ ഒരു പൊസിഷനിൽ നിന്ന്, വൈറ്റ് ഫെമിനിസം എന്നുള്ള അല്ലെങ്കിൽ വൈറ്റ് അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് ഫെമിനിസം എന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് ടെറൈനിൽ നിന്ന് ഡീകൊളോനൈസ് ചെയ്ത് ഡെമോക്രറ്റൈസ് ചെയ്ത് ക്യൂർ തിയറിയെ എംബ്രേസ് ചെയ്ത് മാസ്കുലിനിറ്റി സ്റ്റഡീസിനെ എംബ്രേസ് ചെയ്ത് ബ്ലാക്ക് പേട്രിയാർക്കിയുടെ ക്രിട്ടീക്കുകളിലൂടെ മുന്നേറേണ്ട ഒരു വലിയ ഡിസ്കേഴ്സീവ് പ്ലെയിൻ ആണെന്ന്, അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റ് ഓഫ് ഐഡിയാസ് ആണെന്ന് ബെൽ ഹുക്സ് വീണ്ടും വീണ്ടും ബെൽ ഹുക്സിന്റെ അനവധി ബുക്കുകളിലൂടെയും അനവധി കോൺവെർസേഷൻസിലൂടെയും വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ആൻഡ് therein lies the strength of her words. സ്പീക്കിംഗ് ഫ്രീലിയെ കുറിച്ച്, തുറന്നുള്ള സംസാരങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും ബെൽ ഹുക്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ അതിൽ ബെൽ ഹുക്സ് വളരെ ക്ലാരിറ്റിയോടെ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ക്ലാസ്സിനെതിരെ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പേട്രിയാർക്കിക്കെതിരെ സംസാരിക്കേണ്ടി വരും. പേട്രിയാർക്കിക്കെതിരെ നമുക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് ക്യാപിറ്റലിസത്തിനെതിരെ സംസാരിക്കേണ്ടി വരും. ക്യാപിറ്റലിസത്തിനെതിരെ സംസാരിക്കണമെങ്കിൽ നമുക്ക് റേസിനെതിരെ സംസാരിക്കേണ്ടി
വരുമെന്നുള്ളത്. അപ്പൊ ഈ ഇന്റർസെക്ഷനാലിറ്റി ഒരു ഫാഷനബിൾ വേർഡ് ആകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു ബസ് വേർഡ് ആകുന്നതിന് മുമ്പേ തന്നെ ബെൽ ഹുക്സ് ഐ തിങ്ക് ഫ്രം 1980s ഓൺവേർഡ്സ് ഉള്ള വീഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആണ് യൂട്യൂബിൽ. എൻകറേജ് ഓൾ ഓഫ് us ടു, നമ്മൾ എല്ലാവർക്കും കേട്ട് വീണ്ടും വീണ്ടും കേട്ട് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഓരോ കൈൻഡ് ഓഫ് തിയറീസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലെക്ചേഴ്സ് ആണ്. അതിലെല്ലാം അദ്ദേഹം കോൺസ്റ്റന്റ്ലി യൂസ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു theoretical apparatus ആണ് that the system is white supremacist racist എന്നുള്ളത്, വൈറ്റ് സുപ്രീമസിസ്റ്റ് റേസിസ്റ്റ് പേട്രിയാർക്കൽ എന്നുള്ളത്. സോ ഒപ്രഷൻ ഇന്റർസെക്ഷണൽ ആണ്. കിംബർലി ക്രെൻഷോയും ഇന്റർസെക്ഷനാലിറ്റിയെ പറഞ്ഞ് തുടങ്ങുന്നത്, ഇഫ് യു read her work, the first thing that Kimberly Crenshaw talks about is, as your identity is intersectional, the oppression that you're facing is also intersectional. So oppressionന്റെ അപ്പാരറ്റസുകൾ ഹൈലി പേട്രിയാർക്കിയൽ, പുരുഷ കേന്ദ്രീകൃതമായിരിക്കുമ്പോൾ തന്നെ ക്യാപിറ്റലിസ്റ്റിക് ആയിരിക്കുമ്പോൾ തന്നെ അപ്പർ ക്ലാസ് ആയിരിക്കുകയും വൈറ്റ് ആയിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും തങ്ങളുടെ വർക്കിലൂടെ ബെൽ ഹുക്സ് പറഞ്ഞുകൊണ്ടേ ഇരുന്ന കാര്യമാണ്. സോ ഇഫ് യു look at the trajectories of bell hooks, Angela Davis and Audre Lorde, നമുക്ക് കാണാൻ പറ്റുന്ന 3 ഡിഫറെന്റ് ലൊക്കേഷൻസിൽ നിന്ന് വന്ന 3 ബ്ലാക്ക് ആക്ടിവിസ്റ്റ് ഇന്റലക്ച്വൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓദ്രെ ലോർഡ് കംസ് ഫ്രം ക്യൂർ റൈറ്റ്സ്, ക്യൂർ തിയറിയും ക്യൂർ റൈറ്റ്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു. ഏഞ്ചല ഡേവിസിനെ നോക്കുകയാണെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ്സ് ഇൻ US, അല്ലെങ്കിൽ ബ്ലാക്ക് ലിബറേറ്ററി മൂവ്മെന്റ്സ് ഇൻ US നിന്ന് വരുന്നു. But if you look at bell hooks, you would see that very clearly from her initial writings, അദ്ദേഹം വരുന്നത് ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹത്തെ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നതും അവിടെ തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ബെൽ ഹുക്സിനെ കുറിച്ചുള്ള പല മീറ്റിംഗ്സിലും ബെൽ ഹുക്സ് തന്നെ താനെ പറഞ്ഞിരുന്ന, ഷി യൂസ്ഡ് ടു call herself as a black ക്യൂർ ഫെമിനിസ്റ്റ്, ക്യൂർ പാസ് ഗേ എന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ബെൽ ഹുക്സ്. പക്ഷെ ഇൻ ദ ഹോൾ കോൺവെർസേഷൻ about bell hooks, this is nearly absent, that she was also someone who was queer. ഇത് നമ്മൾ പറയേണ്ട വലിയ ആവശ്യമുണ്ട്. സ്ത്രീ പുരുഷ ദ്വന്ദ്ങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബൈഹിനറിയുടെ അപ്പുറം many kinds of alternate heterodox, mainstream, heterodox ആയിട്ടുള്ള സെക്ഷുവാലിറ്റീസിനെ കുറിച്ച് ബെൽ ഹുക്സിന്റെ വേർഡ് പ്രസ് ബ്ലോഗിലും യേർണിംഗ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഓഫ് ഡിസയർ, മെയിൽ ഗെയ്സിനെ കുറിച്ചുള്ള ക്രിട്ടീക്കുകളിൽ വളരെയധികം പരാമർശിക്കുന്നുണ്ട്. സിമിലർലി ബെൽ ഹുക്സ് US സൊസൈറ്റിനെ തന്നെ വിളിച്ചിരുന്ന ഒരു ഡീപ്ലി ആന്റി ഇന്റലക്ച്വൽ സൊസൈറ്റി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം വളരെയധികം ഇന്റലക്ച്വൽ ഓണസ്റ്റി നമുക്ക് ബെൽ ഹുക്സിന്റെ പറച്ചിലുകളിലും ബെൽ ഹുക്സിന്റെ എഴുത്തുകളിലും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ബ്ലാക്ക് പേട്രിയാർക്കിയെ കുറിച്ച് ബെൽ ഹുക്സ് വളരെയധികം തിയറൈസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് മാസ്കുലിനിറ്റിയെ കുറിച്ച് ബെൽ ഹുക്സ് വളരെയധികം തിയറൈസ് ചെയ്തിട്ടുണ്ട്. വി വെരി കൂൾ എന്ന് പറഞ്ഞ ബെൽ ഹുക്സിന്റെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നുള്ള വർക്കിൽ ബെൽ ഹുക്സ് പറയുന്നുണ്ട്, റാപ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് അമേരിക്കയിലുള്ള കറുത്ത വംശജരുമായിട്ട് മോസ്റ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള പോപ്പ് ഫോം അല്ലെങ്കിൽ മ്യൂസിക്കൽ ഫോം റാപ്സ് എന്ന് പറയുന്നത് മെയിൽ ഗേസ് അതിൽ കംപ്ലീറ്റ്ലി പ്ലേഗ്ഡ് ആയിട്ടുള്ള
ലിറിക്സ് ആണ് നമ്മൾ ബ്ലാക്ക് ആർട്ടിസ്റ്റുകൾ, ബ്ലാക്ക് മെയിൽ ആർട്ടിസ്റ്റുകളുടെ റാപ്പ് സോങ്സിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ബിക്കോസ് ബ്ലാക്ക് മെൻ ഹാഡ് സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് ദംസെൽവ്സ് ത്രൂ ദാറ്റ് through the white gaze of masculinity. At the same time, bell hooks also says, bell hooks ഇങ്ങനെയും പറയുന്നുണ്ട്, when you have the black male gaze, which is very different from the black female gaze. The black male gaze has been conditioned to look at the white body as the object of desire, at the white female body as an object which is both honored and desired at the same time. And at white and just like you have white female and white male gaze on black bodies as a laboring body, in particular black മെയിൽ ഗേസ് ഫീമെയിൽ ബോഡീസിനെ കാണുന്നത് അമ്മമാരുടെ ശരീരമായിട്ടും ലേബറിന്റെ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ശരീരമായിട്ടാണ്, അല്ലെങ്കിൽ ഓവർ സെക്ഷുവലൈസ്ഡ് ആയിട്ടുള്ള ശരീരങ്ങൾ ആയിട്ടാണ്. So this whole idea of black men desiring white women and white men also desiring white women, and where the black woman is never understood to be the object of love. ഇതിനെ കുറിച്ച് വളരെ ക്ലാരിറ്റിയോടെ തിയറൈസ് ചെയ്യുന്നത് നമുക്ക് ബെൽ ഹുക്സിന്റെ റൈറ്റിംഗിൽ കാണാം. സിമിലർലി ഡബിൾ ഡിസഡ്വാൻറ്റേജിനെ കുറിച്ച്, ഇന്റർസെക്ഷനാലിറ്റി എന്നുള്ള ഒരു ടേം കിംബർലി ക്രെൻഷോ കോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബെൽ ഹുക്സ് പറയുന്നുണ്ട്. വേർ യേർണിംഗ് എന്നുള്ള ബെൽ ഹുക്സിന്റെ വർക്കില് ബെൽ ഹുക്സ് പറയുന്നുണ്ട്, വെൻ യു ഹാഡ് ദ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് ഓർ വെൻ യു ഇൻ ദ ആദ്യം സൗത്തിലും പിന്നെ നോർത്തിലും സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് നടക്കുമ്പോഴും അതിനു മുമ്പേ സ്ലേവ് കോട്ടൺ പ്ലാന്റേഷൻസിന്റെ സമയത്തും ബ്ലാക്ക് വിമന്റെ ശരീരങ്ങൾ ലേബർ ചെയ്യുകയും റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യേണ്ട ശരീരങ്ങളാണെന്ന് അതിനു വേണ്ടി വിധിക്കപ്പെട്ട ശരീരങ്ങളായിട്ട് വൈറ്റ് മെന്നും ബ്ലാക്ക് മെന്നും വൈറ്റ് വിമനും കാണുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ബ്ലാക്ക് വിമണിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് ലെവലിലുള്ള ഡിസഡ്വാൻറ്റേജസ്. ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ബീങ് എ വുമൺ ഹൂ വെളിയിലുള്ള തോട്ടങ്ങളിലെ ജോലി ചെയ്യണം, വീട്ടിൽ വന്ന് ഡൊമസ്റ്റിക് ലേബറിലും എൻഗേജ് ചെയ്യണം. ഷീ ഹാസ് ടു പ്രൊഡ്യൂസ് ആൻഡ് ടു റീപ്രൊഡ്യൂസ്. സോ മൾട്ടിപ്പിൾ ലെവൽസിലുള്ള ഒപ്രഷനെ കുറിച്ച് ബെൽ ഹുക്സ് ആ യേർണിങ്ങില് തന്നെ അത് ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ബ്ലാക്ക് വിമനെതിരെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ബ്ലാക്ക് വിമൻ ഓൾസോ ഹാവ് ടു എൻഗേജ് ഇൻ കെയർ വർക്ക്. ഇന്നാണ് നാൻസി ഫ്രേസറും തിരി ഭട്ടാചാര്യയും ഒക്കെ സോഷ്യൽ റീപ്രൊഡക്ഷൻ തിയറി ഇത്രയും ഒരു വലിയ ഫ്രെയിമില്, ബിഗ് പിക്ചർ ഫ്രെയിമില് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇപ്പോൾ യൂണിവേഴ്സിറ്റി കരിക്കുലയിൽ അത് ഇൻക്ലൂഡഡ് ആകുന്നതും. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദ റൈറ്റിംഗ്സ് ഓഫ് ബെൽ ഹുക്സ്, ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് കെയർ വർക്ക്, ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് ദ നർച്ചർ വർക്ക് ദാറ്റ് ഇസ് ഡൺ ബൈ വിമൻ. അതായത് പലപ്പോഴും ഈ തോട്ടങ്ങളിൽ വളരെ ഹാർഡ് ലേബർ ചെയ്തുകൊണ്ടിരുന്ന ബ്ലാക്ക് മെന്നിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയും അവരെ വേരിയസ് കൈൻഡ്സ് ഓഫ് വെർബൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസസ് വൈറ്റ് കൊളോണിയൽ മാസ്റ്റേഴ്സിൽ നിന്ന് അനുഭവിക്കുമ്പോൾ അവർ വന്ന് അവരുടെ ആങ്കറും ഫ്രസ്ട്രേഷനും വെന്റ് ഔട്ട് ചെയ്യുന്നത് ഈ ബ്ലാക്ക് വിമന്റെ ബോഡീസിന്റെ മേലാണ്. സോ ഓൺ ദ വൺ ഹാൻഡ് നമ്മൾ ബ്ലാക്ക് വിമൻ പ്രൊഡ്യൂസ് ചെയ്യുകയും റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യണം. ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് ബ്ലാക്ക് മെന്നിന്റെ ആങ്കറും ഫ്രസ്ട്രേഷനും വെന്റ് ഔട്ട് ചെയ്യുന്ന ഒരു പിഞ്ഞാട്ട, അല്ലെങ്കിൽ ഇങ്ങനെ ഫെസ്റ്റിവൽസിലെല്ലാം ഇങ്ങനെ അടിച്ചു കളിക്കുന്ന ഒരു പാവയായിട്ട് നിന്ന് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും ബ്ലാക്ക് വിമൻ ഉണ്ടായിരുന്നു എന്ന് ഇവർ വളരെ ക്ലാരിറ്റിയോടെ പറയുന്നുണ്ട്. ആൻഡ് ഷീ ഡസന്റ് മീൻസ് എനി വേർഡ്സ്. ബെൽ ഹുക്സിന്റെ വി വെരി കൂൾ എന്നുള്ള വർക്കിൽ തന്നെ, ആൻഡ് ഓൾസോ സെക്കൻഡ് വർക്ക് ഓൺ
it's also called I think it's all about love ന്റെ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം സ്വന്തം അച്ഛന്റെയും സ്വന്തം ബ്രദറിന്റെയും ടോക്സിക് മാസ്കുലിനിറ്റിയെ പറയുന്നുണ്ട്. സിമിലർലി ഈ ഒരു ബ്ലാക്ക് ഫീമെയിൽ സ്ലേവ്സ് ഈ കോട്ടൺ പ്ലാന്റേഷനിൽ ഉണ്ടായിരുന്ന ഈ സ്ത്രീകൾക്ക് ഈ അടി കൊള്ളുമ്പോഴും ഈ അടികൊള്ളുമ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് വിമണിന് കോൺസ്റ്റന്റ്ലി ബ്ലാക്ക് മെന്നിന്റെ അല്ലെങ്കിൽ ബ്ലാക്ക് ഹസ്ബൻഡ്സ് ആൻഡ് ബ്രദേഴ്സ് ആൻഡ് ഫെലോ വർക്കേഴ്സിന്റെ ഈഗോ ബൂസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ നർച്ചർ ചെയ്യാനും അവർ ഫേസ് ചെയ്യുന്ന ഹ്യൂമിലിയേഷനിൽ നിന്ന് അവരെ വെളിയിൽ കൊണ്ടുവരാനും സ്പിരിച്വാലിറ്റി യൂസ് ചെയ്ത്, റിലീജിയൻ യൂസ് ചെയ്ത്, നർച്ചർ യൂസ് ചെയ്ത്, കെയർ യൂസ് ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഫ്രം എ സിറ്റുവേഷൻ ഓഫ് ബീങ് ബ്രോക്കൻ ഈ ഒരു ലാർജ് സെറ്റ് ഓഫ് മെന്നിനെ വെളിയിൽ കൊണ്ടുവരേണ്ട അധിക ഭാരവും ഈ ബ്ലാക്ക് വിമണിന്റെ തോളുകളിലായിരുന്നു എന്നും പറയുന്നുണ്ട്. സോ ദോ ഷീ ഈസ് ഓൺലി ടേമിങ് ദിസ് എസ് ഡബിൾ ഡിസഡ്വാൻറ്റേജ്. ബെൽ ഹുക്സിന്റെ ആ ഒരു വർക്ക് നമ്മൾ വായിക്കുമ്പം ഷിറ്റോ എത്ര ലെവലുകളിൽ ഉള്ള ഒപ്രഷൻ ആണ് ബ്ലാക്ക് ഫീമെയിൽ സ്ലേവ്സ് അനുഭവിച്ചിരുന്നതെന്നും അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഇന്നും ആഫ്രിക്കൻ അമേരിക്കൻ വിമൻ അനുഭവിക്കുന്നുണ്ട് എന്ന് ഉള്ളതിനും എക്സ്ട്രീം ക്ലാരിറ്റിയോടെ തന്നെ ബെൽ ഹുക്സ് അവതരിപ്പിക്കുന്നുണ്ട്. സിമിലർലി റെവല്യൂഷണറി പാരന്റിങ് എന്നുള്ള വെരി വെരി ഫേവറേറ്റ് വർക്ക് ഓഫ് മൈ, അതൊരു ഷോർട്ട് എസ്സേ ആണ്. ഈസിലി അവൈലബിൾ ഓൺ ഐ തിങ്ക് സ്ക്രിപ്റ്റ്. അതില് ബെൽ ഹുക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് ബ്ലാക്ക് മദേഴ്സ് ഗോയിങ് ഫോർ വർക്ക് vis-a-vis the experience of white mothers going for work, നമ്മൾ വെളുത്ത വർഗക്കാരികളായിട്ടുള്ള സ്ത്രീകൾ, അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ ജോലി തേടി പോകുന്നതും കറുത്ത വർഗക്കാരികളായിട്ടുള്ള അമ്മമാർ ജോലിക്ക് തേടി പോകുന്നതും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അവരുടെ ഒരു ലിസ്റ്റ് ഓഫ് ഡിമാൻഡ്സ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും വൈറ്റ് വിമന്റെ നാരറ്റീവ്സിൽ ഫാമിലി എന്നുള്ളത് അവരെ കെട്ടിയിടുന്ന അല്ലെങ്കിൽ അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു വലിയ സിസ്റ്റമായിട്ട് കാണാൻ പറ്റും. ബട്ട് അതുകൊണ്ട് തന്നെ ഹോം, ഹസ്ബൻഡ്, ചൈൽഡ് കെയർ, ഇതൊക്കെ ആയിരിക്കും വൈറ്റ് വിമന് ജോലികളിൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ജോലിയിൽ മൊബിലിറ്റി ലഭിക്കുന്നതിൽ നിന്ന് ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നതെന്ന്. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് യു ലുക്ക് അറ്റ് ബ്ലാക്ക് വിമൻ അല്ലെങ്കിൽ ബ്ലാക്ക് വിമൻ ഹു ആർ മദേഴ്സ്, അവർ ജോലിക്ക് പോകുന്നതിനുള്ള ബാരിയേഴ്സിന്റെ ഏറ്റവും മേളിലുള്ള കാരണം റേസിസം തന്നെയായിരിക്കും. പെർട്ടിക്കുലർലി നമ്മൾ ഗ്ലാസ് സീലിംഗ് തിയറിയെ കുറിച്ച് ബെൽ ഹുക്സ് പറയുന്നത് നമ്മൾ ഓർക്കുകയാണെങ്കിൽ, ഗ്ലാസ് സീലിംഗ് എന്നുള്ളത് ഗ്ലാസ് സീലിംഗ് എന്നുള്ളത് ബ്ലാക്ക് വിമന് ബാധകമേ അല്ല എന്ന് ബെൽ ഹുക്സ് പറയുന്നുണ്ട്. കാരണം ഏറ്റവും മേളിൽ റേസിസം എന്നുള്ള ബാരിയർ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിമണിന് ടു സ്റ്റെപ്പ് ഔട്ട് ടു വർക്ക് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാകുന്നില്ല. ബിക്കോസ് ബ്ലാക്ക് വിമൻ ഓൾവേസ് ഹാഡ് ടു വർക്ക് ഔട്ട്സൈഡ് ദ ഹോം. സോ her family has never been a barrier, thank you, for her to step out of the house and go for a job. Rather, it is her family who will also engage in childcare. It is her family who will also help her form a network or a community support to look after her children. അതുകൊണ്ട് വൈറ്റ് വിമനെ ടൈ ഡൗൺ ചെയ്യുന്ന, ബോക്ക് ഡൗൺ ചെയ്യുന്ന പല കാര്യങ്ങളും ബ്ലാക്ക് വിമണിന്റെ റെവല്യൂഷണറി മദർഹുഡിൽ കാണാൻ കഴിയില്ല എന്ന് ബെൽ ഹുക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബെൽ ഹുക്സ് പറയുന്നതാണ്, പക്ഷെ വൈറ്റ് വിമൻ എൻഡോഴ്സ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ചൈൽഡ് കെയർ
might not be found in black homes. അവരുടെ വാല്യൂ സിസ്റ്റം, അല്ലെങ്കിൽ മദർ ഹൂസ് എ ഹോക്കി മോം, അല്ലെങ്കിൽ എപ്പോഴും കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു വാത്സല്യനിധിയായിട്ടുള്ള ഒരു അമ്മ ആയിരിക്കില്ല നിങ്ങൾ ബ്ലാക്ക് ഹോംസിൽ ഐഡിയൽ മദർ ആയിട്ട് കാണുന്ന സങ്കല്പം എന്ന് ബെൽ ഹുക്സ് പറയുന്നുണ്ട്. അതുപോലെ ബെൽ ഹുക്സ് പറയുന്ന ഒരു കാര്യമാണ്, റേസിസം ഫസ്റ്റ് ഇതാണെങ്കിൽ ഹ്യൂജ് എന്താണ് വേജ് ഗ്യാപ്പ് ബിറ്റ്വീൻ ബ്ലാക്സ് ആൻഡ് വൈറ്റ് പീപ്പിൾ, ഇതായിരിക്കും രണ്ടാമതായിട്ടുള്ള, ഓർ ദി ആബ്സെൻസ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ആയിരിക്കും ബ്ലാക്ക് വിമണിന് മൂന്നാമതായിട്ട് എന്താ ലിസ്റ്റ് ഓഫ് ബാരിയേഴ്സിൽ വരുന്നത്, വിച്ച് വുഡ് നെവർ അപ്ലൈ ടു വൈറ്റ് വുമൺ, നോ മാറ്റർ ഹൗ പൂവർ ഷീ ഇസ്, നോ മാറ്റർ എത്ര USA എത്ര ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തിലെ പോലും വൈറ്റ് വിമന്റെ മേ ബി ഇഷ്യൂസ് വരില്ല. സോ ദി ഐഡിയാസ് അബൌട്ട് who your ideal partner is, അല്ലെങ്കിൽ how parenting needs to be done, what love is എന്നുള്ളതിനെല്ലാം ബെൽ ഹുക്സ് പല രീതിയിൽ ബ്ലാക്ക് ഫെമിനിസത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ നോക്കുന്നുണ്ട്. And for me, what is also very fascinating about bell hooks is she constantly theorizes about love. ലവ് എന്നുള്ള ഒരു ഫിനോമിനെ തിയറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന്, അല്ലെങ്കിൽ അതിന് ഏത് തിയറി വെച്ച് നമ്മൾ അനലൈസ് ചെയ്യാൻ നോക്കിയാലും അത് വളരെ ആംബിവാലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐഡിയ അല്ലേ എന്ന് ചോദിക്കുന്ന പ്ലാത്തിന്റെയും വുൾഫിന്റെയും എല്ലാം ഒരു ഇടത്തിൽ നിന്ന് ബെൽ ഹുക്സിൽ എത്തുമ്പോൾ ബെൽ ഹുക്സ് പറയുന്നുണ്ട്, വി നീഡ് എ യൂണിവേഴ്സൽ ഡെഫിനിഷൻ ഓഫ് ലവ്. She also says that ലവ് എന്ന് പറയുന്നത് കെയർ എന്നുള്ള ഒരു ഐഡിയയിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ലവ് എന്നുള്ളത് പ്രൊട്ടക്റ്റീവ് കെയർ ഇൻ പർട്ടിക്കുലർ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ട്. വേർ കെയർ ഇസ് ഓൺലി വൺ കോമ്പണന്റ് ഓഫ് ലവ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതുപോലെ ബെൽ ഹുക്സ് പറയുന്നതാണ്, പെർട്ടിക്കുലർലി ആസ് ആൻ അഡ്വൈസ് ടു feminist activists as well as black activists all over the world. അദ്ദേഹം പറയുന്നതാണ് സെൽഫ് കെയറിന്റെ, സെൽഫ് ലവിന്റെ, സെൽഫ് എസ്റ്റീമിന്റെ സിഗ്നിഫിക്കൻസ്. ആൻഡ് ബെൽ ഹുക്സിന്റെ ഒരുപാട് ഇന്റർവ്യൂകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബെൽ ഹുക്സിന്റെ വളരെ ഏർലി വർക്ക് ആയിട്ടുള്ള എയിൻറ്റ് ഐ എ വുമണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെൽ ഹുക്സ് കോൺസ്റ്റന്റ്ലി ടോക്സ് അബൌട്ട് ഹെർസെൽഫ്. അത് സെക്കൻഡ് വേവ് ഫെമിനിസത്തിന്റെ വളരെ എന്താണ് കാതലായിട്ടുള്ള ഒരു ആശയമായിട്ടുള്ളത് പേഴ്സണൽ ഇസ് പൊളിറ്റിക്കൽ എന്നുള്ള ഐഡിയയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ബെൽ ഹുക്സ് സംസാരിക്കുന്നത്. which brings us back to the initial argument that I was making, that it is എന്താ പറയുക, ബെൽ ഹുക്സിനെ നിഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് ഫെമിനിസത്തിനെ കുറിച്ച് സംസാരിച്ചാൽ അത് ഫെമിനിസം ആണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം an entire generation of us, an entire generation of feminists exists out there. They might not be recognized as feminists with a capital F by people who are the who's who in the intellectual sphere of Kerala or India or wherever. But we do exist. If you look at a Saujanya Tumalakoppula, if you look at Meena Kandaswamy, you would, if you look at Amrudula Devi, you would find bell hooks. If you look at the writings of fierce feminists, വളരെ ബെൽ ഹുക്സ് വീണ്ടും സ്പീക്ക് ഫ്രീലി എന്നുള്ള അദ്ദേഹത്തിന്റെ ആശയത്തിൽ പറയുന്നുണ്ട്, റേസും ക്ലാസും നേഷണലിസവും ലവും കോയിൻസൈഡ് ചെയ്യുന്ന സ്ഥലമാണ് തുറന്നുള്ള സംസാരം എന്നുള്ളത്. കാരണം ഇതിനെല്ലാം അത്യാവശ്യം
ലവിന് അത്യാവശ്യമായിട്ടുള്ള കാര്യം, നേഷൻസ് അബ്സല്യൂട്ടിസ്റ്റ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് ആകാതിരിക്കാൻ, അല്ലെങ്കിൽ എന്താണ് ഒരു സൊസൈറ്റി ഹൈലി ഹെജമോണിക് പേട്രിയാർക്കൽ ആകാതിരിക്കാൻ, അല്ലെങ്കിൽ ബ്ലാക്ക് ലൈഫ്സ് മാറ്റേഴ്സ് പോലുള്ള മൂവ്മെന്റുകളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐഡിയ ദാറ്റ് യു ഹാവ് ടു സ്പീക്ക് അബൌട്ട് race, you have to speak about class, you have to speak about sexuality, similarly you have to speak about love. So ഇതെല്ലാം കൺവേർജ് ചെയ്യുന്നത് ഡിസെന്റിന്റെ മാത്രമല്ല, ഡയലോഗിന്റെ ഒരു സ്പേസിൽ എത്തിയാൽ മാത്രമേ സാധ്യമുള്ളൂ എന്ന് ബെൽ ഹുക്സ് പറയുന്നുണ്ട്. ആൻഡ് ഈവൻ ഇൻ ഹർ ലേറ്റസ്റ്റ് വർക്ക് where she talks about how there is this huge misinterpretation of understanding love as a static idea, that it does not move എന്നുള്ള ഐഡിയ. ഇത് അദ്ദേഹം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരുന്നാണ് ഈ ബ്ലാക്ക് ലൈഫ്സ് മാറ്റേഴ്സിന്റെ മൂവ്മെന്റിന്റെ, അതായത് ജോർജ് ഫ്ലോയിഡിന്റെ ഡെത്തിന്റെ സമയത്ത് മാത്രമല്ല, അതിന് വളരെ മുമ്പേ തന്നെ ബ്ലാക്ക് ലൈഫ്സ് മാറ്റേഴ്സ് ഉള്ള സ്റ്റുഡന്റ് ആക്ടിവിസ്റ്റ് ഓർഗനൈസേഷൻ പല കൊളംബിയ ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിലും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും ലേറ്റ് 2000s തൊട്ട് ഉള്ള പ്രസൻസിന്റെ സമയത്തും ബെൽ ഹുക്സ് പറയുന്ന ഒരു കാര്യമാണ്, when you're talking about oppression, do talk about oppression within those who are also oppressed, because ഇത് മൾട്ടിപ്പിൾ ലെയേഴ്സിലാണ് ഒപ്രഷൻ വർക്ക് ചെയ്യുന്നതെന്നും നമ്മളെ തന്നെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ടേക്ക് ക്രിട്ടിക്, then the black liberty movement ഒരു ട്രാൻസ്ഫോർമേഷണൽ മൂവ്മെന്റ് ആയി മാറുകയില്ലെന്നും ബെൽ ഹുക്സ് പറയുന്നുണ്ട്. And if you look at the anti-caste movement that we have here, if you look at the movement, if you look at movements against hyper-nationalism in India, whether നമുക്ക് ആന്റി CAA മൂവ്മെന്റ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിലും, ഇവിടുത്തെ ഹത്രാസ് പോലുള്ള കാര്യങ്ങൾക്ക് എതിരെ വന്ന മൂവ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിലും, what do we see? There's no എത്രത്തോളം സെൽഫ് ക്രിട്ടിക്ക് ഈ ഒരു മൂവ്മെന്റ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട വലിയ ഇഷ്യൂ ആണ്. കേരളത്തിന്റെ കാര്യം എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് യു ലുക്ക് അറ്റ് the set of people that have been involved with feminist, not just feminist rights, I think that would be a very reductive way to put it in the case of Kerala. In terms of people who stand or pretend to be progressive in Kerala, how much have we embraced feminist ideals, particularly feminist ideals that people like bell hooks have put forward, or what Angela Davis have put forward, or what Audre Lorde has put forward, that the personal എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഡീപേട്രിയാർക്കലൈസ് ചെയ്യേണ്ടതും ഡീകോളനൈസ് ചെയ്യേണ്ടതും ഡീബ്രാഹ്മണൈസ് ചെയ്യേണ്ടതും എന്നുള്ളത്. ചാരു നിവേദിത ഒക്കെ ചോദിക്കുന്നത് പോലെ നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളിലേക്ക് അത് സീപ്പിൻ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഐസ്തറ്റിക്സിലേക്ക് അത് സീപ്പിൻ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഒപ്റ്റിക്സിലേക്ക് അത് സീപ്പിൻ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഭാഷയിലേക്ക് അത് സീപ്പിൻ ചെയ്തിട്ടുണ്ടോ? ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ മലയാളിക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? സ്വർഗ അനുരാഗി എന്ന ഉള്ളൊരു ടേം നമ്മൾ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്? സ്ത്രീ പുരുഷൻ എന്നുള്ള ദ്വന്ദ്ങ്ങളിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് ദൈവം എന്നുള്ളൊരു പദത്തിലേക്ക് നമുക്ക് ഇന്നും എത്താൻ പറ്റുന്നില്ല? ടൈം ആൻഡ് അഗെയിൻ നമ്മൾ ഈ ഇതിലേക്ക് തന്നെ വീണ്ടും തളച്ചെടുപ്പെടുന്നത് is largely because നമ്മുടെ I am also critiquing myself here, is largely because
we have not engaged with the personal. And here you have a woman who is talking about her family, who is talking about her mother, who is talking about her grandmother, who is talking about her father, who is talking about her brother, and calling what is toxic as toxic. Do we have that courage to speak freely? ഇങ്ങനെ തുറസായിട്ടുള്ള അല്ലെങ്കിൽ തുറന്നുള്ള സംസാരങ്ങൾക്ക് are we ready to do that? Is Kerala ready to do that? Is India ready to do that? ഇത് നമ്മൾ ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. ഫാമിലി എന്നുള്ള ഒരു കാര്യത്തിന് നമുക്ക് എന്തുകൊണ്ടാണ് ഇതുവരെ അതിനെ ഡീഎസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ചുരുക്കി മനസ്സിലാകാതെ മറ്റൊരു രീതിയിലുള്ളൊരു ഫാമിലിയെ കുറിച്ച് why can't we think about pure families as families? Why can't we think of 3 people living together with children as families? അതിലേക്ക് നമ്മൾ ഇതുവരെ എത്താൻ പറ്റാത്തത് it also shows the lack of progression in our progressiveness. So it is not that we have not read bell hooks. An entire entire generation of women have read bell hooks. It is still our obsession with branding certain people as feminists and only referring to them as feminists, or branding certain ideas and certain schools of thought as feminism. Even when you have these tags and labels like Dalit feminist, or when you have a tag like Dalit Bahujan feminist, I identify as one. But at the same time, if you look at bell hooks, you would see that she identified as a feminist. She identified as a black feminist. She also identified as a black southern feminist. She also identified herself as a black southern pure feminist. And somewhere we also need to expand. കാരണം നമുക്കെതിരെയുമുള്ള ഒപ്രസീവ് ഹയറാക്സീസ് അത്ര അധികമായിട്ട് വന്നുകൊണ്ടിരിക്കണം. And as bell hooks had talked about immediate pre-Trump USA, ഡീപ്ലി ആന്റി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കുമ്പോൾ ബെൽ ഹുക്സിന്റെ എഴുത്തുകളും അവരുടെ സംസാരങ്ങളും റീവിസിറ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി എ ന്യൂ ഓപ്പണിംഗ് അപ്പ് ഫോർ us, particularly since ബെൽ ഹുക്സ് ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം പറഞ്ഞ് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. So she says, none of us have ever experienced equality. നമുക്ക് സമത്വം എന്ന് ഉള്ളത് അറിയില്ല. കാരണം ഒരു a black man can only dream of equality. ഒരു കറുത്ത വർഗ്ഗക്കാരന് സമത്വത്തിനെ കുറിച്ച് സ്വപ്നം കാണാനേ കഴിയും. A black woman can only hear about the black man's dream of equality. കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് കറുത്ത വർഗ്ഗക്കാരന്റെ സ്വപ്നത്തെ കുറിച്ച് കേൾക്കാനേ കഴിയുള്ളൂ. Because both of them has not experienced equality till date. On the other hand, the white man can never experience equality because he himself is not equal with the rest of his fellow men. And then again, he is always in a position of power. എപ്പോഴും ഒരു അധികാരത്തിന്റെ പ്രിവിലേജിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇക്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പോളോ ഫ്രെയർ ഇതേ കാര്യമാണ് you have to humanize the oppressor എന്നുള്ള ഐഡിയയിൽ പോളോ ഫ്രെയർ തന്നെയാണ് പറയുന്നത്. ഒപ്രസറിനെയാണ്, ചൂഷണം ചെയ്യുന്ന ആളെയാണ് ഹ്യൂമനൈസ് ചെയ്യേണ്ടത്. അയാളാണ് ഹ്യൂമൻ അല്ലാത്ത ആള്. നമ്മൾ ഈ ഡീഹ്യൂമൻ കണ്ടീഷൻസ് എന്ന് പലപ്പോഴും പറയുന്നത് വർക്കിംഗ് ക്ലാസ് ആൾക്കാരെ അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ആയിരിക്കുമോ വെച്ചാൽ അത് ഭാഷയുടെ ഒരു പ്രശ്നമാണെന്നാണ് പോളോ ഫ്രെയർ പറയുന്നത്. ദേ ആർ ദ വൺസ് ഹു ആർ ഹ്യൂമൻ. സോ ഒപ്രസർ ആയിരിക്കുന്ന മനുഷ്യരെ ഹ്യൂമനൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരെ മനുഷ്യരാക്കേണ്ടതിന്റെ അധിക ഭാരം ഈ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ചുമലിലാണ്. സോ വി വർ ടോക്കിംഗ് അബൌട്ട് ബെൽ ഹുക്സ് ഐഡിയ ദാറ്റ് വെളുത്ത അല്ലെങ്കിൽ വൈറ്റ് മാനിനും ഇക്വാലിറ്റി എന്താണെന്ന് അറിയില്ല. കാരണം കോൺസ്റ്റന്റ്ലി ഹ്യൂമൺ അല്ലാത്ത ഡീഹ്യൂമനൈസ്ഡ് ആയിട്ടൊരു കണ്ടീഷനിൽ ഇരുന്ന്
അദ്ദേഹത്തിന്റെ പ്രിവിലേജസുകളാൽ പൊതിയപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഇക്വാലിറ്റി എന്താണെന്ന് ഒരിക്കലും മനസ്സിലാകില്ല. ദ വൈറ്റ് വുമൺ can also not understand equality because she is trying to get the privileges that the white man has. So nobody in this world, ഇപ്പം ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ വൈറ്റ് മാന്റെ സ്ഥലത്ത് നിങ്ങൾ ഒരു സവർണ ബ്രാഹ്മണനെ പ്രതിഷ്ഠിക്കുകയാണെങ്കിലും, ബ്ലാക്ക് മാന്റെ കാര്യത്തിൽ ഒരു ദളിത് മാനിനെയും ബ്ലാക്ക് വുമന്റെ കാര്യത്തിൽ ഒരു ദളിത് വിമനെ പ്രതിഷ്ഠിക്കുകയാണെങ്കിലും ഇറ്റ് ഇസ് ദ സെയിം. നൺ ഓഫ് us have ever experienced equality. നമുക്ക് സമത്വം എന്താണെന്ന് നമുക്ക് നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടില്ല, നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അബ്സ്ട്രാക്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺസ്റ്റന്റ്ലി വൈറ്റ് മാന്റെ ലെവലിലേക്ക് ബാക്കി എല്ലാവരെയും കൊണ്ടുവരാനുള്ള പാഴ്ശ്രമങ്ങളിലാണ് നമ്മൾ എൻഗേജ് ചെയ്യുന്നതെന്ന് ബെൽ ഹുക്സ് പറയുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ നടന്നത്. സോ അൺലെസ് ആൻഡ് അൺടിൽ ദ സിസ്റ്റം ഇറ്റ്സെൽഫ് is dismantled, is overhauled, then we will നമുക്ക് true equality, which also is deeply associated with love, എന്നാൽ മാത്രമേ നമുക്ക് ആക്ച്വലി സമത്വം എന്താണെന്നും ആക്ച്വലി സ്നേഹം എന്താണെന്നും അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് ബെൽ ഹുക്സ് പറയുന്നുണ്ട്. So for us to reach that, one also has to be fearless, because true love will also make you fearless. ഇത് എവരിബഡി നീഡ്സ് ഫെമിനിസം എന്നുള്ള ഇതിൽ ബെൽ ഹുക്സ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് വിത്ത് ദാറ്റ് ലെറ്റ് മീ എൻഡ് ദിസ്. ആൻഡ് ഇറ്റ്സ് എ ഡീപ്ലി പേഴ്സണൽ ലോസ് for a lot of us who have been inspired, not only inspired by Bell Hooks, but also thought of her as a role model for us, who was an outspoken person, who was not just an intellectual academician, but a public intellectual as well. So maybe in the coming days we'll read more of her and listen to more of her and try to also be more of her. So let me stop there. Thank you so much.